വെൽക്കം ടു M&M ബയോളജി ട്യൂട്ടോറിയൽസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ പ്രോസസ് ആണ്, അതുകൊണ്ടാണ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ബീറ്റ എന്ന് നോക്കാം. ബീറ്റ അതായത് ഈ പ്രോസസ് നടക്കുന്നത് ഇതിന്റെ ബീറ്റ പൊസിഷനിലാണ് മെയിൻ ആയിട്ടും, അതുകൊണ്ടാണ് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ബീറ്റ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. ആൽഫയും ബീറ്റയും നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഫാറ്റി അസൈൽ കോയിൻസൈം മോളിക്യൂൾ ആണ്. ഇതിന്റെ ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ്. അപ്പോ ബീറ്റ പൊസിഷൻ എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബൺ ആറ്റത്തിന്റെ അടുത്തുള്ള പൊസിഷൻ ആൽഫ പൊസിഷനും അതിന്റെ അടുത്തുള്ള പൊസിഷൻ ബീറ്റ പൊസിഷനും. അപ്പൊ എന്താണ് ബീറ്റ പൊസിഷൻ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബൺ ആറ്റത്തിന്റെ അടുത്തുള്ള രണ്ടാമത്തെ കാർബൺ നമ്മൾ ബീറ്റ കാർബൺ എന്ന് പറയുന്നു. ആ പൊസിഷനെ നമ്മൾ ബീറ്റ പൊസിഷൻ എന്നും പറയുന്നു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സിമ്പിൾ ഡെഫിനിഷനിലേക്ക് പോകാം. ബീറ്റ ഓക്സിഡേഷന്റെ ബീറ്റ ഓക്സിഡേഷൻ ഈസ് എ മെറ്റബോളിക് പ്രോസസ് ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ബൈ വിച്ച് ഫാറ്റി ആസിഡ് മോളിക്യൂൾസ് ആർ ബ്രോക്കൺ ഡൗൺ ടു പ്രൊഡ്യൂസ് എനർജി. അപ്പോൾ എന്താണ്? ഫാറ്റി ആസിഡ് മോളിക്യൂൾസ് ആർ ബ്രോക്കൺ ഡൗൺ ടു പ്രൊഡ്യൂസ് എനർജി. അത് ഓർത്തിരിക്കുക. ഫാറ്റി ആസിഡ് മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് എനർജി. അത് രണ്ട് ടേംസും എന്തായാലും ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്താണെന്ന് പറയാം. ബീറ്റ ഓക്സിഡേഷന്റെ ഇമ്പോർട്ടൻസും പറയാം. ബീറ്റ പൊസിഷനിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഫോം ചെയ്യുന്നത് എന്താണ്? മെയിൻ ആയിട്ടും അസറ്റൈൽ കോയിൻസൈം ആണ്. അതുപോലെ നമുക്ക് NADH FADH ഒക്കെ കിട്ടുന്നുണ്ട്. അസറ്റൈൽ കോയിൻസൈം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. നമ്മുടെ ക്രബ് സൈക്കിളിലൊക്കെ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്നത് അസറ്റൈൽ കോയിൻസൈം ആണ്. അപ്പോൾ അസറ്റൈൽ കോയിൻസൈം പല പ്രോസസ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണത്. അതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ഈ ഫാറ്റി ആസിഡ് ബീറ്റ ഓക്സിഡേഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ ഫാറ്റി ആസിഡ് ബീറ്റ ഓക്സിഡേഷന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ഇനി നമുക്ക് എവിടെയാണ് നടക്കുന്നത് നോക്കാം. വെയർ ഇറ്റ് ഒക്കേഴ്സ്. എവിടെയാണ് നടക്കുന്നത്? ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. മെയിൻ ആയിട്ട് മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. അതായത് ഇത് മിക്ക ഓർഗൻസിലെ സെൽസിലും നടക്കുന്നുണ്ട്. സെൽസിലെ മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഇനി സ്റ്റെപ്സ് നോക്കാം. 5 സ്റ്റെപ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തത് ആക്ടിവേഷൻ. ഈ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിന്റെ കേസിലാണ്. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിന് ഈ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനെ ഈസി ആയിട്ട് പാസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിനൊരു ആക്ടിവേഷൻ വേണം. അതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡീസാച്ചുറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. ഡീസാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡീഹൈഡ്രോജനേഷൻ തന്നെയാണ്. ഡീഹൈഡ്രോജനേഷൻ എന്താണ്? ഹൈഡ്രജന്റെ റിമൂവൽ. അതാണ് ഡീഹൈഡ്രോജനേഷൻ. ഇനി അതിനുശേഷം ഹൈഡ്രേഷൻ നടക്കുന്നു. ഹൈഡ്രേഷൻ എന്നാൽ വാട്ടർ മോളിക്യൂളിന്റെ അഡീഷൻ ആണ് നടക്കുന്നത്. ഇനി ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ മോളിക്യൂളിന്റെ അഡീഷനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നു. ഹൈഡ്രജന്റെ റിമൂവലിനെയും ഓക്സിഡേഷൻ എന്ന് പറയുന്നു. ഇവിടെ നടക്കുന്നത് ഹൈഡ്രജന്റെ റിമൂവൽ ആണ്, ഡീഹൈഡ്രോജനേഷൻ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പ്രോസസ് ആണ് തയലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത് തയോലിറ്റിക് ക്ലീവേജ് ആണ്. അതായത് തയലേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രസൻസിൽ നമ്മുടെ ഈ ഫാറ്റി ആസിഡ് മോളിക്യൂള് രണ്ടായിട്ട് മുറിയുന്നു, രണ്ടായിട്ട് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത്രയും പ്രോസസ്സേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തെ പ്രോസസ് ആണ് ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിന് മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിൻ ഈസി ആയിട്ട് പാസ് ചെയ്തിട്ട് അകത്തേട്ട് കയറാൻ പറ്റില്ല മെട്രിക്സിൽ. അതുകൊണ്ട് നമ്മൾ ആക്ടിവേറ്റഡ് ഫോമിലേക്ക് മാറ്റുന്നു, ആക്ടിവേഷൻ നടത്തുന്നു. ഫാറ്റി ആസിഡിനെ നമ്മൾ കോയിൻസൈം എയുമായിട്ട് ചേർത്തിട്ട് ഫാറ്റി അസൈൽ കോയിൻസൈം എ എന്ന ആക്ടിവേറ്റഡ് ഫോമിലേക്കാണ് മാറ്റുന്നത്. എന്താണ്? ഫാറ്റി അസൈൽ കോയിൻസൈം എ എന്ന ഫോമിലേക്ക് മാറ്റുന്നു. അതാണ് ആക്ടിവേറ്റഡ് ഫോം, അതാണ് ആക്ടിവേഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേര് എളുപ്പമാണ്. അസൈൽ കോയിൻസൈം സിന്തറ്റൈസ് എൻസൈം. എന്താണ്? കാരണം നമ്മൾ ഫാറ്റി അസൈൽ കോയിൻസൈം എ ആണ് സിന്തസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫാറ്റി അസൈൽ കോയിൻസൈം സിന്തറ്റൈസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ATP മോളിക്യൂൾ വേണം. ATP എന്ന് പറയുമ്പോൾ എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇത് AMP ആയിട്ട് മാറുന്നു, അതായത് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. അങ്ങനെ ഫോസ്ഫേറ്റ് ലിബറേഷൻ നടക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ, ഫാറ്റി ആസിഡിന്റെ ആക്ടിവേറ്റഡ് ഫോം ആണ് ഫാറ്റി അസൈൽ കോയിൻസൈം എ. ഈ കേസിൽ നമ്മൾ കോയിൻസൈം എയും അതുപോലെ തന്നെ അസൈൽ കോയിൻസൈം എ സിന്തറ്റൈസ് എൻസൈമും കൂടി ചേർത്തിട്ടാണ് ഈ ഫാറ്റി അസൈൽ കോയിൻസൈം ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടേം ആണ് കാർനിറ്റൈൻ ഷട്ടിൽ. ഇതും ലോങ് ചെയിൻ ഫാറ്റി ആസിഡിന്റെ കേസിലാണ്. ഷോർട്ട് ആയിട്ടുള്ള ചെയിൻ ഫാറ്റി ആസിഡ് ആണെങ്കിൽ അതിന് ഈസി ആയിട്ട് നമ്മുടെ മൈറ്റോകോൺട്രിയലിന്റെ മെംബ്രെയിനെ ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് അകത്തേട്ട് കയറാൻ പറ്റുന്നു. പക്ഷേ ലോങ് ചെയിന്റെ കേസിൽ അത് സാധിക്കില്ല. അപ്പോൾ അവിടെ നടക്കുന്ന വേറൊരു പ്രോസസ്സാണ് കാർനിറ്റൈൻ ഷട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ കാർനിറ്റൈൻ ഷട്ടിൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ഫറിങ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് അക്രോസ്
the barrier of the inner mitochondrial membrane to gain access to the enzyme of beta oxidation. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനെ ഇതിന് ഈ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സിന് കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ കാർണിറ്റൈൻ ഷട്ടിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ ഇതിന് മെട്രിക്സിൽ എത്താൻ സാധിക്കുന്നു, മൈറ്റോകോൺഡ്രിയയുടെ വോളിനെ കടന്നു പോയിട്ട്. അതിനുശേഷം മെട്രിക്സിൽ എത്തിക്കഴിയുമ്പോൾ ബീറ്റ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ബീറ്റ ഓക്സിഡേഷൻ നടന്ന എന്തുണ്ടാവുന്നു? നമ്മുടെ അസറ്റൈൽ കോഎൻസൈം ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ഈ അസറ്റൈൽ കോഎൻസൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഫാറ്റി അസൈൽ കോഎൻസൈമിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ ഫാറ്റി അസൈലിന്റെ കാര്യം എന്തായാലും ഇവിടെ ഫ്രണ്ടിൽ ഓർത്തോളൂ കേട്ടോ. ഫാറ്റി അസൈൽ കോഎൻസൈം എ. അപ്പോൾ ഇവിടെ കാർണിറ്റൈൻ ആയിട്ട് ചേർന്ന് അസൈൽ കാർണിറ്റൈൻ, അതായത് ഫാറ്റി അസൈൽ, ഈ ഫാറ്റി അസൈലിന്റെ ഫ്രണ്ടിലൊക്കെ ഫാറ്റി ഓർത്തോളണം. അപ്പോൾ ഫാറ്റി അസൈൽ കോഎൻസൈം എ ഫാറ്റി അസൈൽ കാർണിറ്റൈൻ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് കാർണിറ്റൈൻ ആയിട്ട് ചേർന്നിട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം അസൈൽ ട്രാൻസ്ഫറേസ് 1 എൻസൈം. അസൈൽ ട്രാൻസ്ഫറേസ്, അസൈലിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു. അസൈൽ ട്രാൻസ്ഫറേസ് 1 എൻസൈം. അസൈൽ കാർണിറ്റൈന് ഈ ഇന്നർ മെംബ്രെയിനെ ക്രോസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ പോയിട്ട് അത് മെട്രിക്സിൽ എത്തുന്നു, ഡയറക്റ്റ് ആയിട്ട് എത്തുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ അസൈൽ ഫാറ്റി അസൈൽ കോഎൻസൈം എ കാർണിറ്റൈനുമായിട്ട് ചേർന്നിട്ട് ഫാറ്റി അസൈൽ കാർണിറ്റൈൻ ആയിട്ട് മാറുന്നു. ഫാറ്റി അസൈൽ കാർണിറ്റൈൻ മെംബ്രെയിനെ ക്രോസ് ചെയ്യുന്നു, മെട്രിക്സിൽ എത്തുന്നു ഫാറ്റി അസൈൽ കാർണിറ്റൈൻ. അങ്ങനെ എത്തിയ ഫാറ്റി അസൈൽ കാർണിറ്റൈൻ അസൈൽ ട്രാൻസ്ഫറേസ് 2 ആയിട്ട് ചേർന്നിട്ട് കാർണിറ്റൈനും ഫാറ്റി അസൈൽ കോഎൻസൈം ആയിട്ട് പിന്നെയും മാറുന്നു. അങ്ങനെ മെട്രിക്സിന്റെ ഉള്ളിൽ ഫാറ്റി അസൈൽ കോഎൻസൈം ഉണ്ടാകുന്നു. അപ്പോൾ മെട്രിക്സിനുള്ള അസൈൽ കാർണിറ്റൈന് മാത്രം നിന്നിട്ട് കാര്യമില്ല. അസൈൽ കാർണിറ്റൈന് ഹെൽപ്പ് ചെയ്യുന്നത് ട്രാൻസ്ഫറിന് മാത്രമാണ്, ഇതുവഴി ക്രോസ് ചെയ്യാൻ മാത്രമാണ്. ഇവിടെ റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ ഫാറ്റി അസൈൽ കോഎൻസൈം തന്നെ വേണം. ഉണ്ടായ കാർണിറ്റൈൻ ഇവിടെ വെറുതെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടായ കാർണിറ്റൈൻ തിരിച്ച് നമ്മുടെ ഇങ്ങോട്ട് സൈറ്റോപ്ലാസിലേക്ക് തന്നെ പോകുന്നു. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ട്രാൻസ്കീറ്റോലേസ്. അപ്പോൾ ഇത്രയൊക്കെ ഓർത്തിരിക്കുക. അസൈൽ ട്രാൻസ്ഫറേസ് എൻസൈം, ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അത് ട്രാൻസ്കീറ്റോലേസ് എൻസൈം തിരിച്ച് നമ്മുടെ സൈറ്റോപ്ലാസിലേക്ക് അതിനെ എത്തിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു കാർണിറ്റൈനെ. അപ്പോൾ ഇത്രമാണ് അവിടെ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റെപ്സിലേക്ക് പോവാം. അപ്പോൾ ഈ സ്റ്റെപ്സ് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ മൈറ്റോകോൺഡ്രിയയിൽ നമ്മൾ എത്തി നിൽക്കും. മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിനുള്ളിൽ ഏതാണ് ഫോം? ഫാറ്റി അസൈൽ കോഎൻസൈം ഫോം ആണ്. അപ്പോൾ ഈ ഫാറ്റി അസൈൽ കോഎൻസൈമോ ഞാൻ പറഞ്ഞു ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റ് അസറ്റൈൽ കോഎൻസൈം എ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ബ്രേക്ക് ഡൗൺ അവസാനം സംഭവിക്കുന്നെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മോളിക്യൂളിനെ റിയാക്ഷൻ സംഭവിച്ചു, കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. ആ റിയാക്ഷൻ സംഭവിച്ചിട്ട് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുവാണ്, അതായത് ക്ലീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ആ ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ് ഇത്. അതായത് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ സി ഡബിൾ ബോണ്ടോ ഇവിടെ വെച്ചിട്ടാണ് ഈ ക്ലീവേജ് നടക്കുന്നത് ഈ പൊസിഷനിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഒരു മനസ്സിൽ വെച്ചിട്ട് ഈ റിയാക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിൽ ഫാറ്റി അസൈൽ കോഎൻസൈം എത്തി. ഇപ്പോൾ ഇതാണ് ഫാറ്റി അസൈൽ കോഎൻസൈം. നിങ്ങൾ ആലോചിക്കുക, ഈ എഴുതിയേക്കുന്ന പേര് അവിടെ കാണിച്ചേക്കുന്നത് അതിന്റെ ഫോർമുല ഇവിടെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ സൈഡിൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം തന്നെ സംഭവിക്കുന്നത് ഡീഹൈഡ്രോജനേഷൻ ആണ്. ഡീഹൈഡ്രോജനേഷൻ ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് ഡീസാച്ചുറേഷൻ ആണ്. ഡീസാച്ചുറേഷൻ ഡീഹൈഡ്രോജനേഷൻ എന്നും പറയാം. അപ്പോൾ ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ റിമൂവൽ ആണെന്ന് നമുക്കറിയാം. ആ റിമൂവ് ചെയ്ത ഹൈഡ്രജൻ ഈ FADയിലേക്കാണ്, ഈ ഫസ്റ്റ് പൊസിഷനിൽ FADയിലേക്കാണ് കയറുന്നത്. FADയിലേക്ക് ഹൈഡ്രജൻ കയറി കഴിഞ്ഞാൽ FADH2 ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് FADH2 കിട്ടി. അതൊരു എനർജി റിച്ച് ആണ്. അപ്പോൾ അതിനെ നമ്മൾ വേറെ റിയാക്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ATP കിട്ടും. ഒരു FADH2 എന്ന് പറയുമ്പോൾ 2 ATP ആണെന്ന് നമുക്കറിയാം. അത്ര ഇപ്പോൾ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ FADH2 ഉണ്ടായി. ഇനി ഹൈഡ്രജൻ എവിടെ നിന്നാണ് പോയെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫാറ്റി അസൈൽ കോഎൻസൈം എ മോളിക്യൂൾ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് ഉണ്ടാവുന്ന മോളിക്യൂളിന്റെ പേര് ട്രാൻസ് ഇനോയിൽ കോഎൻസൈം എ. ഈ ട്രാൻസ് ഇനോയിൽ കോഎൻസൈം ഇത്ര പറഞ്ഞാൽ മതി, ട്രാൻസ് ഇനോയിൽ കോഎൻസൈം എ. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായി. ആൽഫ ബീറ്റ പൊസിഷന്റെ കാര്യമൊക്കെ ഓർത്തിരിക്കുക. ആൽഫ ബീറ്റ പൊസിഷന്റെ ഇടയിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഡബിൾ ബോണ്ട് ഫോം ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയതിനു ശേഷമാണ് അത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറിയത്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. ആ പോയ ഹൈഡ്രജൻ FADH-ലേക്ക് കയറിയ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനുശേഷം ഈ ഫോം ഉണ്ടായി. ട്രാൻസ് ഇനോയിൽ കോഎൻസൈം എ ആണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം നടക്കുന്നത് ഹൈഡ്രറ്റേസ് എൻസൈമിന്റെ പ്രസൻസിലുള്ള റിയാക്ഷൻ ആണ് ഹൈഡ്രേഷൻ റിയാക്ഷൻ. അതായത് വാട്ടർ മോളിക്യൂളിന്റെ അഡീഷനുള്ള റിയാക്ഷൻ, ഹൈഡ്രേഷൻ റിയാക്ഷൻ. ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഹൈഡ്രറ്റേറ്റ് എൻസൈം എന്ന് ചുരുക്കി പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇനൈൽ കോഎൻസൈം എ ഹൈഡ്രറ്റേറ്റ് എൻസൈം, അതായത് ഇവിടെ ട്രാൻസ് ഇനോയിൽ കോഎൻസൈം എ ആണ്, അതുകൊണ്ട് ഇനൈൽ കോഎൻസൈം എ ഹൈഡ്രറ്റേസ് എൻസൈം. അപ്പോൾ ഇവിടെ H2 ആഡ് ചെയ്യപ്പെട്ടു. ഇത് എവിടെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ H2 ആഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന മോളിക്യൂൾ, അതായത് ട്രാൻസ് ഇനോയിൽ കോഎൻസൈം എയിലേക്ക് H2 കൂടി വന്നിട്ട് ഇനോയിൽ കോഎൻസൈം എ ഹൈഡ്രറ്റേസിന്റെ പ്രസൻസിൽ ഉണ്ടാവുന്ന മോളിക്യൂൾ ഇതാണ്. ആ മോളിക്യൂളിന്റെ പേരെന്താണ്?
ഹൈഡ്രോക്സി അസൈൽ കോയിൻസേമി. ഹൈഡ്രോക്സി അസൈൽ കോയിൻസേം. ഹൈഡ്രേഷൻ നടന്നു, ഹൈഡ്രോക്സി അസൈൽ. ഹൈഡ്രേഷൻ നടന്നിട്ട് ഹൈഡ്രോക്സി അസൈൽ കോയിൻസേമി. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മുടെ CHന്റെ ഗ്രൂപ്പ്, അതായത് ഡബിൾ ബോണ്ട് നടന്നതിന്റെ അപ്പറയും ഇപ്പറയായിട്ട് നമ്മൾ ഈ മോളിക്യൂൾസ് ആഡ് ചെയ്യപ്പെടുന്നു. OH ഗ്രൂപ്പ് ഈ ബീറ്റ പൊസിഷനിൽ ആഡ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ ആൽഫ പൊസിഷനിൽ H ഗ്രൂപ്പും ആഡ് ചെയ്യപ്പെടുന്നു. അത് രണ്ടും ഓർത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ ഡബിൾ ബോണ്ട് അവിടെ നിന്ന് മാറി ഓരോ മോളിക്യൂളിനും ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ കിട്ടി. അപ്പോൾ ഇതിന് ശേഷം പിന്നെയും നടക്കുന്നു ഡീഹൈഡ്രോജനേഷൻ. അപ്പോൾ ആദ്യം ഒരു ഡീഹൈഡ്രോജനേഷൻ നടന്നു, അപ്പോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്തതിനു ശേഷം അവരൊരു വാട്ടറിനെ ആഡ് ചെയ്തു, അതിനുശേഷം പിന്നെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുക, ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്ത് സംഭവിക്കുന്നു? ഈ റിയാക്ഷനിലും ഹൈഡ്രജൻ പോകുന്നു. ഇവിടെ പോയ ഹൈഡ്രജൻ കയറുന്നത് NADയിലേക്കാണ്. NADയിലേക്ക് കയറി എന്ത് സംഭവിക്കുന്നു? NADH ആയിട്ട് മാറുന്നു. അത്ര ഓർത്തിരിക്കുക, ഡീഹൈഡ്രോജനേഷൻ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഹൈഡ്രോക്സി അസൈൽ കോയിൻസേമി ഡീഹൈഡ്രോജനേഷൻ സംഭവിച്ചിട്ട് കീറ്റോ അസൈൽ കോയിൻസേം ആയിട്ട് മാറുന്നു. കീറ്റോ അസൈൽ കോയിൻസേമി, കീറ്റോ അസൈൽ കോയിൻസേമി. അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമ്മുടെ ഈ H ഗ്രൂപ്പ് ഇവിടെ ഞാൻ പറഞ്ഞു ഹൈഡ്രജന്റെ റിമൂവലാണ്, ആ H ഗ്രൂപ്പ് പോയി, അങ്ങനെ ഇവിടെ ഡബിൾ ബോണ്ട് പിന്നെയും വന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ബാലൻസ് സ്റ്റേറ്റ് ആയില്ലേ? ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, ഒരു ഇങ്ങനെ ക്ലീവേജ് നടക്കാൻ പറ്റിയ ഒരു ബാലൻസ് സ്റ്റേറ്റിലേക്ക് ഈ മോളിക്യൂൾ വന്നു. അപ്പോൾ ഇതിന് ശേഷം ഇത് നമുക്കൊരു കോയിൻസേമിയും കൂടി വേണം. അങ്ങനെയാണ് കറക്റ്റ് ബാലൻസ് സ്റ്റേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കീറ്റോ അസൈൽ കോയിൻസേമിയുടെ ഫോമിലേക്ക് മാറി. ഇതിന് ശേഷം നമുക്ക് ഒരു കോയിൻസേമിയും മോളിക്യൂളിനും കൂടി കൊടുക്കാം. കോയിൻസേമിയും മോളിക്യൂൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരാണ് കീറ്റോ തയോലേസ്. ഏറ്റവും എളുപ്പത്തിന് തയോലേസ് എൻസൈം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഏറ്റവും അവസാനത്തെ റിയാക്ഷന്റെ പേര് തയോലൈസിസ് എന്നാണ്. അപ്പോൾ ആ റിയാക്ഷനുള്ള എൻസൈമിന്റെ പേര് തയോലേസ്. തയോലേസ് എൻസൈം ഉള്ളതുകൊണ്ടാണ് തയോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ തയോലൈസിസ് എൻസൈം വഴി റിയാക്ട് ചെയ്തു, കോഎൻസൈമും കയറി ഈ മോളിക്യൂൾ രണ്ടായിട്ട് മാറുന്നു, രണ്ട് മോളിക്യൂളായിട്ട് മാറുന്നു. ഇവിടെ രണ്ട് കാർബൺ മോളിക്യൂൾ ഉള്ള ഒരു മോളിക്യൂൾ, അതായത് നമ്മുടെ അസറ്റൈൽ കോയിൻസേമിയാണ് ഇത്. അസറ്റൈൽ കോയിൻസേമി ഫോം ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ എന്തിനായിരുന്നു റിയാക്ഷൻ? അസറ്റൈൽ കോയിൻസേം ഫോം ചെയ്യാൻ വേണ്ടി അത് ഫോം ചെയ്ത് കിട്ടി. അതിനുശേഷം ഈ അസറ്റൈൽ കോയിൻസേം ഫോം ചെയ്ത് നമ്മുടെ ഫാറ്റി ആസിഡിൽ നിന്നാണ് പറഞ്ഞു. അപ്പോൾ ഫാറ്റി ആസിഡിന് നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ 2 കാർബൺ ഇപ്പോൾ ഷോർട്ടേജ് ആണ്, കാരണം ആ 2 കാർബൺ ആണ് ഈ അസറ്റൈൽ ഫോമിലേക്ക് മാറിയത്. അപ്പോൾ 2 കാർബൺ ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് മോളിക്യൂൾ, ഫാറ്റി ആസിഡ് കോയിൻസേം മോളിക്യൂൾ കിട്ടി. അപ്പോൾ ഈ ഫാറ്റി ആസിഡ് കോയിൻസേം മോളിക്യൂൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ അങ്ങ് തീരില്ല. ഇതൊരു സൈക്കിൾ പോലെ പിന്നെയും തുടരും. ഈ ഫോം ചെയ്തത് പിന്നെയും ഇങ്ങോട്ട് വന്നിട്ട് കയറുന്നു, അതായത് ഫാറ്റി അസൈൽ കോയിൻസേമി പിന്നെയും റിയാക്ഷനിലേക്ക് വരുന്നു. അതിനുശേഷം പിന്നെയും റിയാക്ഷൻ നടത്തുന്നു. ഈ പ്രോസസ്സുകളെല്ലാം നടന്നിട്ട് നമ്മുടെ അസറ്റൈൽ കോയിൻസേം പിന്നെയും ഫോം ചെയ്യുന്നു. അങ്ങനെ റിയാക്ഷൻസ് ഒരു 7 വട്ടം ഈ സൈക്കിൾ നടക്കുന്നത്, അതായത് 8 മോളിക്യൂൾ ഓഫ് അസറ്റൈൽ കോയിൻസേമി ഉണ്ടാക്കുന്നത് വരെ റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഈ ബീറ്റ ഓക്സിഡേഷൻ വഴി കിട്ടുന്നത് 8 മോളിക്യൂൾ ഓഫ്, അതായത് ഒരു 16 കാർബൺ ഉള്ള ഫാറ്റി ആസിഡിന്റെ കേസിലാവുകയാണെങ്കിൽ 16 കാർബൺ ഉള്ള ഫാറ്റി ആസിഡ് ചെയിൻ്റെ കേസിലാണെങ്കിൽ 8 മോളിക്യൂൾ ഓഫ് അസറ്റൈൽ കോയിൻസേം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് റിയാക്ഷൻ. 8 മോളിക്യൂൾ ഓഫ് അസറ്റൈൽ കോയിൻസേം കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടി? NADH കിട്ടി, പിന്നെ FADH കിട്ടി. അപ്പോൾ ഒരു റിയാക്ഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു FADH2. ഒരു FADH2 എന്ന് പറയുമ്പോൾ 2 ATP. പിന്നെ അതുപോലെ തന്നെ ഒരു NADH2, ഒരു NADH അതെന്ന് പറയുമ്പോൾ 3 ATP തുല്യം. അതിനുശേഷം ഒരു അസറ്റൈൽ കോയിൻസേമി, അതായത് പറയുമ്പോൾ 10 ATPക്ക് തുല്യം. അങ്ങനെ നമുക്ക് ആ ഓർഡറിൽ ഓർത്തിരിക്കാം. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് അസറ്റൈൽ കോയിൻസേമും കിട്ടി. അപ്പോൾ ഈ പ്രോസസ്സ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഒന്നാമത്തെ പ്രോസസ്സ് ആക്ടിവേഷൻ പ്രോസസ്സ് ആയിരുന്നു. ആക്ടിവേഷന് ശേഷം നമുക്ക് ഡീഹൈഡ്രോജനേഷൻ, അവിടെ അതായത് ഡീസാച്ചുറേഷൻ എന്ന് പറയാം, ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയാം. അതിനുശേഷം പിന്നെ വാട്ടർ മോളിക്യൂളിന്റെ അഡീഷൻ നടന്ന് ഹൈഡ്രേഷൻ റിയാക്ഷൻ നടന്നു. അതിനുശേഷം പിന്നെയും ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടന്നു, അല്ലെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നും പറയാം. ഈ ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷന് ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ എന്ന് പറയാം, ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നും പറയാം കേട്ടോ. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നടക്കുന്നതാണ് തയോലൈസിസ് റിയാക്ഷൻ. അപ്പോൾ തയോലൈസിസ് റിയാക്ഷൻ ആണ് നമ്മുടെ ക്ലീവേജ് അങ്ങ് നടക്കുന്നത്. അതിനുശേഷം നമുക്ക് അസറ്റൈൽ കോയിൻസേമി കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കാണും, അതും ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക്